തൃശൂർ പുല്ലഴിയിൽ തെരുവുനായയെ വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ചു. മരുന്നും ഭക്ഷണവും നൽകി നായയുടെ ചികിത്സ ഏറ്റെടുത്ത് സമീപവാസിയായ വീട്ടമ്മ. ഈ നായ്ക്ക് പേരില്ല, ആരുടെയും അരുമയുമല്ല. നമുക്കിവനെ അപ്പു എന്ന് വിളിക്കാം. അപ്പു ഏറെക്കാലമായി പുല്ലഴിയുടെ തെരുവോരങ്ങളിലുണ്ട്. സമീപവാസികൾ നൽകുന്ന ഭക്ഷണം കഴിച്ചും അവരുടെ വീട്ടുവരാന്തകളിൽ ഉറങ്ങിയും കഴിഞ്ഞിരുന്ന വെറുമൊരു തെരുവുനായ. പ്രദേശത്തെ വീട്ടമ്മയായ സതിയുടെ വീട്ടിൽ നിന്നും വൈകുന്നേരങ്ങളിൽ അപ്പുവിന് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാറുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് ഭക്ഷണം കഴിക്കാനെത്തിയ അപ്പുവിനെ കണ്ട് വീട്ടുകാർ കരഞ്ഞുപോയി. വടിവാൾ കൊണ്ട് ക്രൂരമായി വെട്ടി മുറിവേൽപ്പിച്ച നിലയിലായിരുന്നു ഈ തെരുവുനായ. പിന്നെ ഈ നായയ്ക്ക് ചികിത്സ നൽകാനുള്ള ഓട്ടത്തിലായിരുന്നു സതി എന്ന വീട്ടമ്മ. നായിയെ സ്വന്തം വീട്ടിലെത്തിച്ചതിന് ശേഷം തെരുവുനായ്ക്കളെ പരിചരിക്കുന്ന സംഘടനയിലുള്ളവരെ കണ്ടെത്തി ഇവരുടെ സഹായത്തോടെ നായിയെ വെറ്ററിനറി ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. ഇതിനായി ജോലിയിൽ നിന്ന് അവധിയെടുത്തു. തെരുവു നായിയാണെങ്കിൽ പോലും വടിവാൾ കൊണ്ട് വെട്ടി ഈ വിധത്തിലുള്ള ക്രൂരതകൾ അരുതെന്നാണ് ഈ വീട്ടമ്മയ്ക്ക് പറയാനുള്ളത്. മനുഷ്യത്വപരമല്ലാത്ത കാര്യങ്ങൾ കണ്ടപ്പോൾ ഒരു വിഷമം. കാരണം അത്രയും നിഷ്ഠൂരമായിട്ടാണ് ഇത് ചെയ്തത്. ഈ ചെയ്ത ആളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്നെങ്കിൽ അതിനെ കൊല്ലായിരുന്നു. ഇങ്ങനെ പാതി ജീവനായിട്ട് ഇട്ടിട്ട് പോയതിൽ വല്ല സങ്കടമുണ്ട്. അയാൾക്ക് എന്തെങ്കിലും ഒരു തിരുത്താനായിട്ടുള്ള ഒരു അവസരം കൂടി ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയണത് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഒരു പ്രശസ്തിക്കും വേണ്ടിയിട്ടൊന്നുമല്ല. ആളിത് ഒന്ന് കണ്ടിട്ടൊന്ന് തിരുത്തട്ടെ. എല്ലാ മനുഷ്യരും മിണ്ടാപ്രാണികളല്ലേ. അതും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ മഴ നനഞ്ഞ് ഈ മുറിയും വെച്ച് നടക്കുമ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ ഇവർക്കും മനസ്സിലാവേണ്ടതല്ലേ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്. മുറിവുണങ്ങിയ ശേഷം സ്വന്തം വീട്ടിൽ തന്നെ ഈ തെരുവു നായിയെ സംരക്ഷിക്കാനാണ് സതിയുടെ തീരുമാനം. TCV തൃശൂർ.